കാടെവിടെ മക്കളെ മേടെവിടെ മക്കളെ, കവി തൻ്റെ സങ്കടം പറയുന്നത് കേട്ടില്ലേ? ശരിക്കും ഇവിടെയൊക്കെ ഡെവലപ്പ് ആവും തോറും നമ്മുടെ ഈ നാട്ടു പച്ചപ്പൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഷോ അക്കിയ കൊമാച്ചി ഫോട്ടോഗ്രാഫിക് ജേർണി. ശ്യാംബ്രം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അങ്കിളുണ്ട്. ആ അങ്കിളിനെ പരിചയപ്പെടാനും ആ അങ്കിളിൻ്റെ ബൊട്ടാനിക്കൽ ഗാർഡന് ഒന്ന് കാണാനും വന്നതാണ്. സോ ആ അങ്കിളിന് അവകാശപ്പെട്ട ഭൂമി കിട്ടിയതിനോട് പുറമെ ഏക്കർ കണക്കിന് ഭൂമി വില കൊടുത്ത് വാങ്ങിച്ചൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ VMK എന്ന് പറഞ്ഞിട്ട് ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് മുഹമ്മദ് കോയാക്ക. അപ്പം മുഹമ്മദ് കോയാക്കനെയും പിന്നെ അങ്കിളുടെ ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ കാണാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ ബാക്കി നമുക്ക് വീഡിയോ കാണാം അല്ലേ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പച്ചപ്പിനെ തിരിച്ചു പിടിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. സാഹിത്യത്തിലൂടെയും വായനയിലൂടെയൊക്കെ കണ്ടെത്തിയ മരങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് VMK ഗാർഡൻ 250-ലധികം മരങ്ങളുടെ ഒരു കലവറയാണ്. ഒരു സുന്ദരമായ ഗാർഡൻ. ബിസിനസ്സുകാരനായ മുഹമ്മദ് കോയാക്ക നല്ലൊരു വായനക്കാരനും നിരവധി പുസ്തകങ്ങളുടെ രചയിതാവുമാണ്. ഇവിടെ എത്തുന്നവരെ എല്ലാം കോയാക്ക വായനയുടെ ലോകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇതാണ് ഡിബി എന്ന് പറയുന്ന വൃക്ഷം. ഇത് നമ്മുടെ കേരളത്തിൽ സാർവത്രികമായിട്ടില്ല. അതേസമയത്ത് കേരളത്തിലെ കാലാവസ്ഥ ഇതിന് വളരെ ഓക്കെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പുഷ്പിക്കുകയാണെങ്കിൽ 22 തരം ചിത്രശലഭങ്ങളുടെ ആതിഥേയ വൃക്ഷമാണ്. ഹോഷ് ട്രീസ് എന്ന് പറയും. പിന്നെ അത്ര 22 തരം ചിത്രശലഭങ്ങളുടെ ആതിഥേയ സസ്യമാണിത്. ഒന്ന്. രണ്ടാമത് ഇതിൻ്റെ മറ്റൊരു പേര് കൂടിയുണ്ട്, അംബ്രല്ല ട്രീ എന്ന് വെച്ചാൽ നമ്മളൊരു കുട നിവർത്തി വെച്ച മാതിരിയുള്ള ആണ് ഇതിൻ്റെ. കണ്ടില്ലേ, ഇതിൻ്റെ തലപ്പ് കണ്ടില്ലേ? ആണ്. പിന്നെ നമ്മളെ ഇതില്ലേ, ഇതിൻ്റെ പക്ഷികളെ തൂവലിൻ്റെ മാതിരിയാണ് ഇതിൻ്റെ. നല്ലൊരു തണൽ വൃക്ഷമാണ്. അന്ത്യദിനം ആസന്നമായി സങ്കല്പിക്കൂ എന്ന് വെച്ചാൽ ഖിയാമത്ത് നാളെന്ന് എന്ന് നമ്മൾ പറയുന്ന മുസ്ലിങ്ങൾ പറയുന്ന ഒരു ഇതില്ല. നിൻ്റെ കയ്യിൽ ഒരു വൃക്ഷത്തൈ ഉണ്ടെങ്കിലും അതിനെ വെച്ച് പിടിപ്പിക്കൂ. ഇതിനെ വെച്ച് പിടിപ്പിക്കുന്ന അന്ത്യദിനായാൽ എന്നാലും വൃക്ഷം നടീലിൻ്റെ പ്രാധാന്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഷേക്സ്പിയർ ഗേറ്റ് കണ്ടു, ഇതേപോലെ എന്താ എഴുത്തുകാരൊക്കെ ഗേറ്റുകൾ. ഇത് ഒരു ബൊട്ടാനിക്കൽ ഗാർഡനാണ്, അതേസമയം ഇതൊരു ലിറ്ററേച്ചർ ഗാർഡൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ 4 ഗേറ്റുകൾ കൂടിയാണ് കടന്നു പോകുന്നത്. ഷേക്സ്പിയർ ഗേറ്റ്, ഷെർലക് ഹോംസ് ഗേറ്റ്, ഫസ്റ്റ് ഷേക്സ്പിയർ ഗേറ്റ്. അത് 400 വർഷമായ അദ്ദേഹത്തിൻ്റെ എഴുത്തിന്, അദ്ദേഹത്തിൻ്റെ രചനയ്ക്കൊക്കെ. അപ്പം ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒഥല്ലോ എന്ന് പറയുന്ന അതിൽ ഡെസ്റ്റിമണ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഒരു നിർഭാഗ്യവതിയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഡെസ്റ്റിമണ എന്ന എൻ്റെ പേരക്കുട്ടിക്ക് ഞാനിട്ട പേര്. അങ്ങനെ കൂടി ഇതിൽ ഒരിതുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ ഞാനൊരു ഷേക്സ്പിയർ ആരാധകനാണ് എന്നർത്ഥം. ഇതിൻ്റെ പേരാണ് നരിവേങ്ങ. കുരങ്ങാട്ടി എന്നും പേരുണ്ട്. ഇത് കാട്ടിൽ പിന്നെ നരി, സിംഹമൊക്കെ ഇരകളെ പിടിക്കില്ല, മാനിയൊക്കെ പിടിച്ച് തിന്നില്ല. ആ സമയത്ത് അതിൻ്റെ അല്പം മാംസം നഖത്തിൽ അവിടെ ഉണ്ടാകും. അത് പിന്നെ ഫംഗസ് ആയിട്ട് മാറും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നരി, സിംഹമൊക്കെ എന്ത് ചെയ്യും, ഈ വൃക്ഷത്തിൻ്റെ ചോടെ പിന്നെ വിരളമർത്തും. അപ്പോൾ അതിൽ നിന്ന് വരുന്നൊരു വെളുത്ത ദ്രാവകമുണ്ട്, അത് ആൻറ്റി ഫംഗസാണ്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഈ മൃഗങ്ങൾ. പ്രകൃതിയിൽ ഇങ്ങനെയൊക്കെ ചില സംഗതികളുണ്ട്. അതാണ് ഈ വൃക്ഷം കണ്ടില്ലേ. ഇപ്പം ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ചില സസ്യങ്ങൾ ഈ ശിശിരകാലത്ത് ഇല പൊഴിക്കും. ഇല പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ
വരവായി പാട്ട് കേട്ടില്ലേ? സാഹിത്യത്തിനോടുള്ള ഇഷ്ടം കാരണം കോയാക്ക പേരക്കുട്ടികൾക്ക് ആൻ ഫ്രാങ്ക്, ഡെസ്റ്റിമോന, സിംപ്ലീസ് ഇങ്ങനെയൊക്കെയാണ് പേരിട്ടിരിക്കുന്നത്. ഇത് ഷെർലക് ഹോംസ് വില്ലേജ്. അങ്ങോട്ട് പോയാൽ ഷെർലക് ഹോംസിൻ്റെ വില്ലേജ് കാണാം. അപ്പം നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? ഇന്ത്യയിലെ കേരളത്തിലല്ല, ആരംഭം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലല്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലണ്ടനിലെ ഒരു തെരുവോരത്താണ്. അതാണ് ബക്കിംഗ്ഹാം പാലസ് സ്ഥലത്തോട്ട്, ലണ്ടൻ ബ്രിഡ്ജ് വലത്തോട്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചൂണ്ടുപറയൊക്കെ കിട്ടണമെങ്കിൽ ലണ്ടനിൽ തന്നെ പോകണം. നിങ്ങളും കൂടെ വരുന്ന വഴിയിൽ അത് കണ്ടില്ലല്ലോ, വേറെ കുന്നമംഗലം, സുൽത്താൻ ബത്തേരി. ഇനി ഇതാണിതാ നോക്കിക്കോ, തേംസ് നദി. ഇതിൻ്റെ തീരത്തിരുന്നാണ് ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ രചനകൾ പൂർത്തിയാക്കിയത്. ചെങ്കുറിഞ്ഞ്, പാച്ചോലം, ശിംശിമ, മരവുരി, രുദ്രാക്ഷം, ഇൽപ്പ, പുത്രജീവ, കായം, കർപ്പൂരം, പൂതംകൊല്ലി, കത്തിക്കൊടിമരം, ഊത്. നിങ്ങളിത് ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ്. ഈ 2-3 മാസം മുമ്പേ ഉച്ചയ്ക്ക് ഞാൻ ബന്ധി ഇറക്കിറങ്ങിയതാണ്. ഇപ്പോൾ മിസ്സായി. ഇവിടെ നിന്ന് ഒരു ചേര എൻ്റെ കാലിൽ പിടിയോ, ഇങ്ങനെ ഒരു എഴിഞ്ഞൊരൊറ്റ പോക്ക്. ചേരയും പേടിച്ച് ഞാനും പേടിച്ചു. പക്ഷേ അത് പാമ്പല്ല, ചേര. ആദ്യം ഉറപ്പാണ്, അതും വലിയ പേടിയില്ല. പുല്ലാഞ്ഞി മൂർക്കൻ എന്ന് പറഞ്ഞ മൂർക്കൻ്റെ ഒരു ഇനുണ്ട്. അതിൻ്റെ ഇതിങ്ങനെയാണ്. ആ പുല്ലാഞ്ഞി മൂർക്കൻ എങ്ങനെയുണ്ട് കേട്ടോ കേട്ടോ, ഇങ്ങനെ വാങ്ങിയത്. പുല്ലാഞ്ഞി മൂർക്കൻ, കരിമൂർക്കൻ, മൂർക്കൻ 2-3 തരത്തിലുണ്ട്. ഒരു മൂർക്കൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാറില്ല. ഇത് പുല്ലാഞ്ഞിയല്ല, ഇതാണ് പുല്ലാഞ്ഞി വള്ളി. ഇപ്പം നിൽക്കുന്നത് പിന്നെ ലണ്ടനിലല്ല, നമ്മൾ വീണ്ടും ഇന്ത്യയെ തിരിച്ചെത്തി മഹാഭാരത ഗേറ്റ് എന്ന് വെച്ചാൽ BC 1500-കളിൽ സംഭവിച്ചതായിരിക്കാനാണ് സാധ്യത. പിന്നെ കുരുക്ഷേത്ര യുദ്ധം. ഇപ്പോൾ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇടത്തൊരു ഏറോ മാർക്ക്, ഇന്ദ്രപ്രസ്ഥം പറഞ്ഞ വലത്തൊരു ഏറോ മാർക്ക്. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഹരിയാനയിൽ പോകണം. ഹരിയാനയിലെ 18 ജില്ലകളിലെ ഒരു ജില്ല മാത്രമാണ് പിന്നെ കുരുക്ഷേത്ര എന്ന് പറഞ്ഞ ഒരു ജില്ല അവിടെ ഇപ്പോഴുണ്ട്. പിന്നെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹിയെ പറ്റിയാണ് പറയുന്നത്. പാണ്ഡവന്മാർ പിന്നെ തെറ്റിപ്പിരിഞ്ഞ് പോയതിനു ശേഷം അവരുണ്ടാക്കിയ ഒരു പുതിയ നഗരമാണ് ഇന്ദ്രപ്രസ്ഥ. ഹസ്തനപുരിയിലായിരുന്നു ധൃതരാഷ്ട്ര മക്കളും പാണ്ഡവരുടെ മക്കൾ താമസിച്ചിരുന്നത്. പിന്നീട് അവർ തെറ്റിപ്പിരിഞ്ഞ് ഇന്ദ്രപ്രസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയി. മഹാഭാരത ഗേറ്റ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മഹാഭാരതത്തിൽ ബന്ധപ്പെട്ട വൃക്ഷങ്ങൾ കാണാം. ചെസ്റ്റ്നട്ട് ഇതൊരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള വൃക്ഷമാണ്. ഇത് ആൻ ഫ്രാങ്ക് എന്ന് കേട്ടില്ലേ? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ഈ വൃക്ഷത്തെ പറ്റി പറയുന്നുണ്ട്. ആൻ ഫ്രാങ്കിനെ വെച്ച തടവുമുറിയുടെ പിറകിൽ നിന്ന് നോക്കുമ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ അവൾ എഴുതുകയാണ്. പിന്നെ എനിക്ക് പിറകിൽ ഒരു ചെസ്റ്റ്നട്ട് വൃക്ഷം പുഷ്പിച്ച് നിൽക്കുന്നു, അതിൽ നിന്ന് പൂക്കൾ താഴോട്ട് വീഴുന്നത് കാണാൻ എന്ത് മനോഹരമായ കാഴ്ചയാണ് എന്നൊക്കെ ആൻ ഫ്രാങ്ക് എഴുതുന്നുണ്ട്. പിന്നെ ഗബ്രിയൽ മാർക്കസിൻ്റെ രചനകൾ, വിക്ടോർ ഹ്യൂഗോൻ്റെ രചനകളിലൊക്കെ ഈ ചെസ്റ്റ്നട്ട് എന്ന് പറയുന്ന വൃക്ഷം ഇടയ്ക്കേ കടന്നു വരുന്നതാണ്. ചന്ദനം ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരം. അത് ഇന്ത്യയാണ് ഇതിൻ്റെ സ്വദേശം. ഇത് നമുക്ക് മുറിച്ച് വെക്കാൻ പാടില്ല, സർക്കാരിനെ മുറിച്ച് വെക്കാൻ പാടില്ല. പക്ഷേ ഏറ്റവും ഇത് മുറിക്കുന്ന കള്ളന്മാരാണ്. ഇവിടെ നിന്ന് കള്ളന്മാർ മുറിച്ചു, പിന്നെ വലിയ വൃക്ഷമൊക്കെ കള്ളന്മാർ മുറിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ തൈയാണ്. മാത്രമല്ല ഒരു പ്രാധാന്യം കൂടി ഇതിനുണ്ട്. ഇതൊരിക്കലും പിന്നെ വളം അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നില്ല. ഇതിൻ്റെ വേര് മറ്റുള്ള വേരുകളുടെ ഇടയിൽ അമർത്തിയിട്ട് കട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. ഇതൊരു പാരസൈറ്റാണ്. കേരളത്തിൻ്റെ ഒരു തനത് വൃക്ഷമാണ്. ഇന്ന് ഇല്ലാതായി പോകുന്ന ഒരു വൃക്ഷമാണ് ഇത്. ഇത് മുറുക്കിയാണെങ്കിൽ ചുവന്ന നിറത്തിലുണ്ടാകുക.
തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ സിംഹാസനം പണിയാൻ ഉപയോഗിച്ചത് ഇതിൻ്റെ തടി കൊണ്ടാണ്. മാത്രമല്ല ഈ ശങ്കരാചാര്യയുടെ സൗന്ദര്യ ലഹരിയുടെ ഈ കൃതിയിലൊക്കെ ഈ വൃക്ഷത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതെന്താ പരാമർശിച്ചതെന്ന് വെച്ചാൽ സുന്ദരികളായ സ്ത്രീകൾ ഈ വൃക്ഷത്തെ പരാമർശിച്ച് ഈ തൊട്ടാൽ പൂക്കൾ താഴോട്ട് തൊഴിയുന്നതാണ്. വേണമെങ്കിൽ മൂക്കൊന്ന് പരീക്ഷിക്കാം. പൂക്കൾ തൊഴിയണം. ഈ കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ ആറ്റുവഞ്ചി. ഇത്തരം ഒരു ചെറിയ കാട്ടിലെ നമ്മൾ ഒരുപാട് ജീവികൾ പരീക്ഷിക്കണം. അതിപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ പറയാം. കുറുക്കനുണ്ട്, മരപ്പട്ടിയുണ്ട്, പിന്നെ ഉടുമ്പ്, കീരി, പിന്നെ മുള്ളമ്പന്നി, പിന്നെ പാമ്പുകൾ, ചേരകളൊക്കെ ആയിട്ട് പലതരത്തിലുള്ള, പിന്നെ ഏറ്റവും അധികം വൈവിധ്യമുള്ളത് ഉറുമ്പുകളാണ്. ഉറുമ്പുകളെ കണ്ടമാനം വൈവിധ്യം കണ്ടിട്ടുണ്ട്. പുലിൻ്റെ പിന്നെ ചിത്രശലഭം, പിന്നെ കൊളക്കോഴി ഇവിടെ വരലുണ്ട്. ഉണ്ട്. പിന്നെ മയിൽ എപ്പോഴില്ല, ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ കുരങ്ങ് വല്ലപ്പോഴും വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ അതൊക്കെ നമ്മൾ കാണുന്നതാണ്. നമ്മൾ കാണാത്ത ലക്ഷോപലക്ഷം അല്ല, കോടാനുകോടി ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് കൂവളം. ഇതൊരു ഔഷധ സസ്യമാണ്. വയലാറിൻ്റെ പാട്ടിലുണ്ടാവും. നീലക്കൂവള കൂപ്പുകളോ വാലിയിട്ടെഴുതിയ കണ്ണുകളോ. കൃഷ്ണനാൽ അല്ലെങ്കിൽ കൃഷ്ണസ് ബട്ടർ കപ്പ് അല്ലെങ്കിൽ ഫൈക്കസ് കൃഷ്ണൻ ഒരിക്കൽ വെണ്ണെടുത്തിട്ട് ഒലിച്ചു പോയിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുമ്പിൾ കുത്തിയതാ. പിന്നീട് വന്ന ഇലകൾ കുമ്പിളോട് കൂടി ജനിച്ചു. ഐതിഹ്യം എന്താ കണ്ടോ? കുമ്പിൾ വെണ്ണ ഒലിച്ചു പോയിരിക്കാൻ വേണ്ടി കുമ്പിൾ. ഈ ഗേറ്റിലുള്ള ലൈല മജ്നൂനാണോ? അല്ല, ഇത് എൻ്റെ ഭാര്യയുടെ പേരുള്ള ഗേറ്റാണ്. അപ്പോൾ കുറേ ഗേറ്റുകൾ കടന്നു പോകുന്നില്ലേ. ലൈല മജ്നു അല്ല. ഇനി അങ്ങനെയാണെങ്കിൽ കുട്ടി ഞാൻ മജ്നുവാണെന്ന് കൂട്ടിക്കോളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറയുമ്പോൾ നമ്മൾ ഷാജഹാൻ ചക്രവർത്തി എന്ത് ചെയ്തു? താജ്മഹൽ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുംതാസിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ മറ്റൊരു രൂപം ഒന്ന് കൂട്ടിയാൽ മതി. അദ്ദേഹം ചക്രവർത്തി ചെയ്ത് ഞാൻ സാധാരണക്കാരനാണല്ലോ. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന മനസ്സ് ഒരൊറ്റ മനസ്സാണ്. അടിപൊളി. ശിംഷിപ്പ കണ്ടല്ലോ. സീതയെ കാണാതെ ഹനുമാൻ ശ്രീലങ്കയിലെത്തി, എവിടെയൊക്കെയോ തിരഞ്ഞു. അവസാനം അശോകവനിയിൽ ശിംഷിപ്പ വൃക്ഷത്തിനെ ചുവടെ സീതയെ കെട്ടിയിട്ടതായി കണ്ടു. ഇതാണ് പാച്ചോലം. ഇത്തരമൊരു വൃക്ഷത്തിൻ്റെ ചുവടെയാണ് ശ്രീബുദ്ധനെ പ്രസവിച്ചത് അമ്മ മായാദേവി. അവർ പ്രസവിക്കാൻ വേണ്ടി അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന വഴിമധ്യ ഗർഭവേദന വരികയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. ലുംബനിയിലെ, ഇപ്പം നേപ്പാളിലുള്ള ലുംബനിയിലെ പാച്ചോലക്കാടുകൾക്കിടയിൽ വെച്ച്. അതാണ് ഈ വൃക്ഷത്തിൻ്റെ പ്രാധാന്യം. ഇതാണ് ഇത്തി. അത്തി, ഇത്തി, അരയാൽ, അങ്ങനെ നാൽപ്പാമ്പര കുടുംബത്തിൽപ്പെട്ട ഒരു വൃക്ഷമാണ്. ഔഷധ വൃക്ഷമാണ്. ഇതിൻ്റെ കണ്ടില്ലേ, ഇതിൻ്റെ വേരുകൾ ഇങ്ങനെ കെട്ടുപണിഞ്ഞ് മേലേക്ക് അത് മറ്റൊരു പ്രത്യേക ടൈപ്പിലാണ് പോകുന്നത്. ഒരു വലിയൊരു പ്രാധാന്യമുള്ളൊരു വൃക്ഷമാണ് കുന്തിരിക്കം. ഇത് ഈ ബത്ലഹേമിലെ പുൽത്തൊട്ടിയിലെ തിരുപ്പിറവി നടന്നു എന്ന് ഇടയന്മാർ അറിഞ്ഞല്ലോ. ആ ഇടയന്മാർ ഉണ്ണിയെ കാണാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അവർ കുന്തിരിക്കം കൊണ്ടാണ് പോയത്. അത്രയും കാലഘട്ടം 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നാഗരികതയിൽ കുന്തിരിക്കത്തിൻ്റെ പ്രത്യേകത കാണുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ പക്ഷികൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പക്ഷികൾ വന്ന് ഇരിക്കേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഇത് വെച്ച് പിടിപ്പിക്കാറുണ്ട്. പിന്നെ ഒരു പാട്ടുണ്ട്, കുന്തിരിക്കം കോഴിയും നിൻ കുന്നിൻ ചരിവിലെ കുയിൽ കിളി എന്ന് പറയുന്ന പാട്ട് കേട്ടില്ലേ? ഇതാണ് സിങ്കോണ എന്ന് പറയുന്ന ഒരു ചെറുവൃക്ഷം. ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രം ഇതിനെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണത്തിൽ നിന്നാണ് വരുന്നത്. ജർമ്മനിയിലെ ഒരു മോഡേൺ മെഡിസിൻ്റെ ആളായിരുന്ന ഹനിമാൻ എന്ന് പറയുന്ന ഡോക്ടർ മലമ്പനിക്കെതിരെ അദ്ദേഹം നടത്തിയ പരീക്ഷണം എന്ന് വെച്ചാൽ ഈ വൃക്ഷമില്ലായിരുന്നു എങ്കിൽ ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രം ഉണ്ടാകുമായിരുന്നില്ല എന്നർത്ഥം. ഇതാണ് ഊതുവൃക്ഷം. ഊതിൻ്റെ അത്രയൊന്നും കേട്ടില്ലേ?
ഇത് കാര്യമായി ഉണ്ടാകുന്ന ആസാമിലാണ്. അവിടെയുള്ള ഒരുപാട് വൃക്ഷങ്ങളെ കുറിച്ച് ചില വൃക്ഷങ്ങൾ ഫംഗസ് വരും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ദ്രാവകമാണ് പിന്നെ ഊതിൻ്റെ അത്തർ. പശ്ചിമേഷ്യയിൽ വളരെ പ്രസിദ്ധമാണ്. ഇത്തരം വൃക്ഷങ്ങളെ പറ്റി ബുദ്ധമത ഗ്രന്ഥങ്ങളിലും ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് ഈ വൃക്ഷത്തെപ്പറ്റി. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമാണ്. പിന്നെ വേണ്ടത്ര പരിരക്ഷണം വേണ്ട ആവശ്യമില്ല, അങ്ങ് ഉണ്ടായിക്കോളും. ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്നും പക്ഷിമൃഗാദികൾ വഴി പുറത്തെത്തുന്ന അപൂർവമായിട്ടുള്ള മരങ്ങളൊക്കെ കേരളം മുഴുവൻ പരന്ന് പച്ച പിടിച്ച ഒരു കേരളം സ്വപ്നം കാണാണ് നമ്മുടെ കോയാക്ക. അപ്പം എന്തായാലും VMK ഗാർഡനും മുഹമ്മദ് കോയാക്കനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കുക ഈ പച്ചപ്പും നല്ല ശുദ്ധമായ ഓക്സിജനും. ശരിക്കും ഞാൻ ഒന്ന് റീചാർജ് ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളും ഇവിടെ വരണം, ഈ ആശയം ഉൾക്കൊള്ളണം. പിന്നെ മുഹമ്മദ് കോയാക്കക്ക് ഒരു ഗ്രീൻ സല്യൂട്ട്. അപ്പം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞ് നോട്ടിഫിക്കേഷൻ വല്ലതും കൂടി ആയിരിക്കാം. അപ്പം ബൈ.